നിക്ഷേപം പണം മുടക്കി നൽകിയിട്ടും വാങ്ങിയില്ലെന്നും പരാതിക്കാർ പറഞ്ഞു. സംഭവം അറിഞ്ഞ ആളുകൾ കൂടിയപ്പോഴേക്കും പണവുമായി വന്നയാൾ മടങ്ങിയെന്ന് ഇവർ പറയും. സുഭാഷ് എന്ന് പറഞ്ഞ ആള് വന്നു വീട്ടിലേക്ക്. ഞാൻ ഇത് ഈ വോട്ട് ചെയ്യണ കടലാസ് തപ്പി തരയുന്ന നമ്പർ തപ്പി തരഞ്ഞ് അങ്ങനെ അറിയത്തേക്ക് വന്നപ്പോൾ അങ്ങോട്ട് കയറി വന്നിട്ട് ഈ 500 രൂപ കയ്യിൽ തന്നു. ആ കാശാണത് 500 രൂപ. അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തു. ഇത് എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു. അല്ല അത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. വോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. ആള് BJP കാരനാ, അത് ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. പക്ഷെ ഞങ്ങൾ ഇതുവരെ അവരായിട്ടുള്ള സാധാരണ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോ പെട്ടെന്ന് ഇപ്പൊ വന്ന് ഇങ്ങനെ ചെയ്തു. ചേച്ചിയുടെ വീട്ടിലും വന്നിട്ട് ഈ 500 രൂപ കൈ പിടിക്കുന്നു. ഞങ്ങൾ വേണ്ടെന്ന് വന്നിട്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ അത് കൈ പിടിക്കുന്നു പറഞ്ഞു. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ കാണുന്നത് തന്നെ BJPക്കാർ ഓരോ വീടുകളിലും കയറി അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുവാൻ വേണ്ടി 500 രൂപ പൈസ വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്ന രംഗങ്ങൾ, അത് ദൃശ്യങ്ങളായി ഇപ്പോൾ വെളിയിൽ വരികയാണ്. ആ രംഗങ്ങളാണ് ഈ കാണുന്നത്. ഓരോ വീടുകളിൽ കയറി ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയാണ്. കാരണം നേരെ ചൊവ്വേ ഒരു ഇലക്ഷൻ നടക്കുവാനോ നിയമപരമായി യാതൊന്നും നടക്കുവാനോ സാധിക്കുന്നില്ല. അല്ലാതെ തന്നെ ഇപ്പോൾ വേറൊരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നു. കാരണം 28,000 വോട്ട് കള്ള വോട്ടുകൾ നടക്കാൻ പോകുന്നു. അതിൻ്റെ കുറേ ദൃശ്യങ്ങളും അതിൻ്റെ പേപ്പറുകളും ഇപ്പോൾ വെളിയിൽ വിട്ടിട്ടുണ്ട്. അതങ്ങനെ പിന്നെ ഇവർ അല്ലാതെ തന്നെ ഇവർ വീടുകളിൽ കയറി ഇറങ്ങി 500 രൂപ വെച്ച് പൈസ കൊടുത്തു. അവർ വേണ്ട എന്ന് അവർ പറഞ്ഞു. അത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇന്ന ആളാണ്, ഇന്നതാണെന്നും ഇന്ന പാർട്ടിക്കാരാണെന്നും എല്ലാം വ്യക്തമാക്കി. അത് ഈ തൃശ്ശൂരെന്ന് മാത്രമല്ല, മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെ നടന്നിരിക്കുന്നതായിട്ടുള്ള വിളിച്ച് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനാധിപത്യം നേരെ ചൊവ്വയല്ല, നേരെ അല്ല. അതിൻ്റെയൊക്കെ ഒരു തെളിവുകളാണ് ഇപ്പം നടക്കുന്നത്. ഇനി നമ്മുടെ രാജ്യം എങ്ങോട്ടാണെന്നുള്ളതിനെക്കുറിച്ചാണ് ശരിയെന്ന് നമുക്ക് കാത്തിരുന്ന് എല്ലാം കാണാം. ശരി.